എന്തോ ഒരു ആലോചന. കുറെ ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. പറയടാ, നീ ഇപ്പൊ ആരെ കുറിച്ച് ആലോചിച്ചേ? ഒരു പെണ്ണിനെ കുറിച്ചാ. പെണ്ണോ? ഏത്? ആരെ? അതെ, ആരൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലെ, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ്. ലവ് ആൻഡ് ലവ് ഓൺലി. സ്നേഹം, സ്നേഹം മാത്രം തരാനായി എൻ്റെ മുന്നിലേക്ക് വന്നു. അവളെ കല്യാണം കഴിക്കേണ്ട വഴികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, അവിടം വരെ എത്തിയോ? എന്താ അവളുടെ പേര്? പേരറിയില്ല. പേരറിയില്ലേ? പിന്നെങ്ങനാ? എവിടെ അവളുടെ വീട്? അറിഞ്ഞൂടാ. നാടോ? അതും അറിഞ്ഞൂടാ. ബെസ്റ്റ്. പഴയതുപോലെ ഇവിടെ തന്നെ ഇരുന്നേ. ഇതൊരു ഫസ്റ്റ് ക്ലാസ് കല്യാണ ആലോചനയാണ്. വിട്ടുകളയരുത്. നീ ഇരുന്ന് ആലോചിക്ക്. രാത്രി മുഴുവൻ മകൻ ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. ഞങ്ങൾ പോയി കിടക്കാം. വട്ട വട്ട അങ്കിളുടെ പകർന്നതാ. I love her. I am going to marry her. കിടന്നുറങ്ങടാ. ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം? ഇരുന്നോ. വാ. എന്തെങ്കിലും വർത്തമാനം പറയൂ ഞങ്ങളോട്. ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. എന്തെങ്കിലും പറ. ഹലോ. 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 എൻ്റെ പേര് മിനി. ഇതെന്റെ ഫ്രണ്ട് ശ്യാമ. ഹലോ. 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 ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ ബികോമിന് പഠിക്കുക. ഹലോ. ഹലോ. അവന്മാരെ വിശ്വസിക്കരുത്. അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. ഒന്നും തോന്നരുത് കേട്ടോ. ഒരു അക്കിടി പെട്ടുപോയി. സത്യത്തിൽ രക്ഷിച്ചത് നിങ്ങളാ. ഈ ശ്യാമ ഇളക്കിയിട്ടാ വീട്ടുകാരറിയാതെ ഒരു മാറ്റിംഗ് ഷോയ്ക്ക് പോയത്. ആ കാറിൽ വന്നവരില്ലേ, അവർ ഞങ്ങളുടെ പുറകിൽ വന്നിരുന്നു. എന്തൊരു ശല്യമായിരുന്നു. തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും. ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം, അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നേ. ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോളെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ വർത്താനം പറയാനൊക്കെ പറഞ്ഞത്. ഒന്നും തോന്നരുത്, ഞങ്ങൾ പോവാ. അയ്യോ നിക്ക്, പോകാൻ വരട്ടെ. അവന്മാർ ഇനിയും വരും. റോട്ടിൽ കൂടി പെമ്പിള്ളാരെ നടക്കാൻ സമ്മതിക്കാത്ത നാടുകള്. നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരടാ. വേണ്ടടാ, അവന്മാരൊന്നും ഇനി വഴിക്ക് വരില്ല. വന്ന അപ്പൊ നോക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടത്? ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സിലാ പോന്നെ. വാ, ഞങ്ങൾ കൊണ്ടുവിട്ടു. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അവന്മാർക്കിട്ട് 5-6 കൊടുത്തിട്ട് വരടാ. എന്നാ നീ പോയി കൊടുത്തിട്ട് വാ, ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാം. അയ്യോ വേണ്ട, നിങ്ങൾ കൂടെ വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. താങ്ക്സ്. നീ എന്താണ് പറഞ്ഞത്? ഞാൻ ഒറ്റക്ക് പോയിട്ട് അവന്മാർക്കിട്ടിരിക്കാനാ? പിന്നെ അല്ലാതെ നിനക്ക് എന്താ അത്ര സൂക്കട്? വല്ലോടത്തും കിടക്കുന്ന പെമ്പിളർക്ക് വേണ്ടി പോയി ഇടി വാങ്ങിക്കാൻ. വല്ലോടത്തും കിടക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച്. അവളാ അത്, മിനി. ഏത്? ലവ്ലിയോ? എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത്? വന്നു കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത്. നിനക്ക് മുട്ടണോ അവളെ?
എടടാ ബൈക്ക്. ഹലോ, പേടിക്കണ്ട, എസ്കോട്ടാ. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. സാരമില്ലെന്നേ. ഡോണ്ട് വറി, സയൻസോ. എവിടെ വിളിക്കണ്ട. എങ്ങോട്ടാ എല്ലാരും കൂടെ? ഇത്രയങ്ങ് അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങടെ? പറയടാ, ഇവരാരാന്ന്? അവന്റെ പെങ്ങളാ ഇത്. നീല. ആണോടാ? എന്താ പെങ്ങടെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, അപ്പൊ ഇതാരാ? ഇത് അവന്റെ പെങ്ങളാ. ആങ്ങള അല്ല, ഇത് പെങ്ങളാ. സിസ്റ്റർ. നേരാണോടാ? എന്താ പെങ്ങടെ പേര്? തങ്കമ്മ. ഓഹോ, എന്താ നിന്റെ പേര്? തങ്കപ്പൻ. ആ, സാറെന്താ ഒന്നും മിണ്ടാത്തത്? സാറിന്റെ ആരാ ഇവള്? പറയടാ, പറയാൻ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നേരാണോടി? ആരാടി ഇവൻ? എനിക്കറിയില്ല. ഇവൻ ആരാടി? അറിയില്ല. ഇവൻ ആരാ? എനിക്കറിയില്ല. ഈ ഞാൻ ആരാ? എന്റെ ഇച്ഛായൻ. അപ്പൊ നീ എന്താടാ പറഞ്ഞത്? ഐ എം സോറി. ഞാൻ എടി, എന്താണ് ഇത്? അടിച്ചത് എന്ത് പ്രാന്ത അയ്യോ നീ കാണിക്കുന്നത്? ഇവിടെ എന്താ കാണിച്ചത് നമ്മ ചോദിച്ചോ? ചോദിക്കാം. ഉച്ച മുതൽ വൈകുന്നേരം വരെ എവിടെയായിരുന്നു നമ്മ ചോദിച്ചോ? ചോദിക്കാം. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് മാറ്റിക്ക് പോയത്? ആരോട് ചോദിച്ചാണ് പോയത്? തക്ക സമയത്ത് ഞാൻ ചെന്നിലായി നിങ്ങൾ അവന്മാരോട് പോയതിനെ ബൈക്കിന് അടിച്ചതിന്റെ ഷേപ്പ്. അയ്യോ ചായ, എടാ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. അവളെല്ലാം എന്നോട് പറഞ്ഞതാ. അവളുടെ പിന്നാലെ വന്ന അവൾ എന്ത് ചെയ്യാനാ? അമ്മച്ചിയോട് എന്നോട് അവള് സത്യം ചെയ്താ. അയ്യോ ചായ കേൾക്കണം, കേൾപ്പിച്ചു കൊടുക്കുമോളെ. വന്ന് കേക്കടാ. സത്യം ചെയ്യട്ടെ അമ്മച്ചി. ചെയ്തോ മോളെ, അങ്ങോട്ട് നോക്കടാ. കർത്താവാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ ഇച്ഛായന്മാരാണ്. ഞാൻ വഴി പിഴച്ച് എങ്ങും പോവില്ല. സത്യം, സത്യം, സത്യം. മതി മതി മതി, മോള് വയ്ക്കോ, സാരമില്ല. എന്നതാടാ അവിടെ കാഴ്ച കാണാൻ നിൽക്കുന്നത്? പോയി കളിക്കും പിള്ളേരെ. അയ്യോ ചായ, അവന്മാരെ അഡ്രസ് എന്തിന്? രണ്ട് കൊടുക്കാൻ. അവന്മാർക്കിട്ടേ കൊടുത്തല്ലേ? അത് പോലീസിന്റെ അടി. നീ വർക്കിയോട് കൊടുക്കാതെ വർക്കിക്ക് ഉറക്കം വരില്ല. അഡ്രസ് പറ. കാരക്കാട്ടെ കിണറിന്റെ വീട്ടിലെ താമസം. കൈയും കാലം നോടിക്കാൻ നിൽക്കരുത്. ആരാടാ ഇന്നെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ദേ അടുത്തത്. പറയടാ, ആരാടാ ഈ വർക്കിയുടെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ഞങ്ങളാടാ. എന്റെ അമ്മേ, അവന്മാരല്ല, മിനിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാനാ. തെറ്റായി പോയെന്നറിയാം. അതിനെവിടെയും വന്ന് മാപ്പി ചോദിക്കാം. അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും.
പറയുന്നത്? അയ്യോ ആ വട്ടനാ, വാ, വാ, വേഗം. നിക്കടാ അവിടെ. അവിടെ നിൽക്ക്. I will kill the rascals. അടങ്ങ് അങ്കിൾ അടങ്ങ്, അവന്മാര് പോയല്ലോ പിന്നെന്താ. പോയാലെന്താണോ അവരെല്ലാം കൂടെ നിങ്ങളെ തല്ലിയില്ലേ? അതിന് അങ്കിൾ എന്താ അബദ്ധമായി കാണിച്ചത്? വെടി എങ്ങനെ അവന്മാർക്കിട്ട് കൊണ്ടിരുന്നെങ്കിൽ കൊലപാതക കുറ്റമായനല്ലോ. ആയാലെന്താ, ഒരു കോടതിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. I am mental. മരുന്ന് വെക്കണം എല്ലാ സ്ഥലത്തും കേട്ടോ. അത് കഴിഞ്ഞ് വന്നാ മതി. പൈസ ഞാൻ തരും. എന്നാ വേഗം പോയി ഡോക്ടറെ കണ്ടിട്ട് വാ. കർത്താവേ, സക്സസ് സക്സസ്. എന്താ ആക്സിഡന്റ് പറ്റാണോ? പിന്നെ കുറെ പേരുകൂടി തല്ലിയതാ. കർത്താവേ, ഇതെന്ത് കഷ്ടമായി പോയി. ഏത് പുല്ലന്മാരായി ചെയ്തത്? മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും തല്ലാൻ പറ്റൂ? കണ്ണിച്ചോറിയില്ലാത്ത കശ്മലന്മാര്, ദ്രോഹികള്. നോക്കട്ടെ. ആ ആ ഇവിടെ ആ. ഓ, മരുന്ന് മാത്രം വെച്ചാ പോരാ, ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ. ഏതായാലും നിങ്ങള് ഭാഗ്യവാന്മാരാ. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന്. ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ മാറും. കാല് കേട്ട്. ആ, ഒരല്പം നീറ്റലുണ്ടാവും, സാരമില്ല. ആ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റല് കാണുമെന്ന്. ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ. ആ, സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ, എന്തായാലും അവന്റെ പേര് ഈയോ. ആ ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളുടെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കി, പെറുക്കിയല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്ക് കൊടുത്തു. എടാ, ആ വർക്കിയുടെ ചേട്ടൻ ഇയ്യോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ. നിക്കവിടെ, നിക്കവിടെ. നിനക്കൊക്കെ പൂർണ്ണ പാടത്തിനെ കാണിക്കാൻ ഞങ്ങളുടെ പിടിയവളെ, വിടട്ടെ, പിടിയവളെ, വിടട്ടെ. പോകട്ടെ, പോകട്ടെ. അന്തരാളെ പോയത് നിന്റെയൊക്കെ. നെല്ലിന് തളിക്കാൻ വെച്ചേതോ പൊനാങ്കിലെ മരുന്നെടുത്ത് അവൻ ഒഴിച്ചതെന്നാ തോന്നണ. എന്തൊരു നീറ്റല്. എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവളെ? ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ. വേണ്ട, ഇനി ഈ പണി വേണ്ട, വിട്ടേര്. അവൾ അവിടെ പാട്ടിന് വിട്ടേര്. ആഹാ, ഇത്രയൊക്കെ ഇടിയും കൊണ്ട് നീറ്റിൽ സഹിച്ചിട്ട് അവന്മാരെ വെറുതെ വിടാനാ? അവന്മാർക്ക് എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇൻസ്പെക്ടർ ഇല്ലേ, അയാളെ പേരെന്താ? അയ്യോ, അതെ ഈയോ, അയാൾക്കിട്ട് കൊടുക്കണം. അയാളായിരുന്നല്ലോ ഉദ്ഘാടനം. അതിനെനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഒരു മാൻ മിസ്സിംഗ് കളി. നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിരട്ട്, അതിലയാൾ കൊടുക്കും. അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി. നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഞാനും ഉണ്ട് കൂടെ. പക്ഷേ മിനിയെ എനിക്ക് വേണം. ശരിയാ, അവളെ സ്നേഹിക്കുന്നു പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത്. ഇനി അവളെ സ്നേഹിക്കുകയും വേണം, അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം. നിനക്കതിന് കഴിയോ? കഴിയും. എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ. മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ റെഡി. ചാകാൻ വരെ ഞാനും റെഡി. എങ്കിൽ പിന്നെ അവൾ എന്റേതായിരിക്കും. ഒയ്യോ, അവന്മാരുടെ ആ പുകച്ചില് ഓട്ടമൊക്കെ കാണാൻ നിങ്ങളവിടെ ഇല്ലാതായി പോയല്ലോടാ എന്റെ. അയ്യോ, കുട്ടിച്ചാൻ ചെയ്തത് കറക്റ്റ്. കുട്ടിച്ചാൻ മിനി ഒന്ന് ദേഷ്യത്തിൽ നോക്കിയ പോലും ഇല്ല. കൊടുക്കേണ്ടോ മാർക്കിട്ട് കൊടുത്തു. അയ്യോ ചാനോ, അവന്മാർക്കിട്ട് ഞാൻ കൊടുത്തല്ലോ. എന്നാലും നമ്മുടെ പെങ്ങളെ തല്ലാൻ പോയില്ലേ? എടാ അയ്യോതെ, മരിക്കാൻ നേരത്ത് നമ്മുടെ അപ്പം പറഞ്ഞ് നീ മറന്നോടാ. എന്റെ രാജകുമാരിയാണ് അവള്. അവളെ നിങ്ങളും രാജകുമാരിയെ പോലെ തന്നെ നോക്കിക്കോണോന്ന് പറഞ്ഞ് നീ മറന്നോടാ. അയ്യോ, അതിന് നീ എന്തിനാടാ കരയുന്നത് പുല്ലേ? അവളെ വിളിച്ചൊന്ന് മാപ്പ് പറഞ്ഞാ പോരെ? ഞാൻ പറയും. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ വിളിക്കാം. എടി മിനിയേ. എടിയെ, ഈ ചായൻ നിന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ മറക്ക്. വേണ്ട, ഒന്നും പറയണ്ട. അങ്ങനെ പറയാതെടാ. ഈ ചായന് മാപ്പ് തന്നില്ലെന്ന് പറഞ്ഞ സങ്കടമാ, വലിയ സങ്കടമാ. നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവൂല. ഒന്ന് ചിരിക്കടാ, ഒന്ന് ചിരിക്ക്. ഡാഡി, ഡാഡി, മിനിയാന്റെ ഇക്ലിട്ടാ മതി, ചിരിക്കും. ഞങ്ങൾ ഒന്ന് ഇക്ലിട്ട് തരട്ടെ?
എന്തിട്ടെങ്കിലും ഒന്ന് ചിരിപ്പിച്ചതാടാ. വാടാ. മിനി, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വഴിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞോന്റെ പേര് സുധീഷ് കുമാർ. സുധി എന്ന് വിളിക്കും. ആളെങ്ങനത്തോനാണെങ്കിലും എംകോമിന് ഫസ്റ്റ് ക്ലാസ്സാ. ഇപ്പൊ MBAക്ക് പഠിക്കുന്നു. എന്നിട്ടെന്താ, ഈയൊച്ചായ സ്റ്റേഷനിലിട്ട് ശരിക്കങ്ങ് കൊടുത്തു. അതിനേക്കാൾ കൂടുതൽ വർക്കിയും കൊടുത്തു. അടികൊണ്ട് പൊട്ടിയടത്തെ മരുന്ന് വയ്ക്കാനാ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയിലാ. അവിടുന്ന് കിട്ടി ശരിക്ക്. ഇനി അടുത്ത കാലത്ത് ആരും മിനിയെ ശല്യപ്പെടുത്താൻ വരില്ല, അത് ഉറപ്പാ. ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം. കൂടി വന്ന 2 days. എവിടെ? ലോഡ്ജ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം. ഒന്ന് പിടിച്ചേ. ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം. ഇവിടെ അങ്ങനെ ആരും വരാറില്ല. അഥവാ വന്നാൽ തന്നെ ദേ ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം. ഇതിന്റെ അടിയിൽ ഒളിച്ചോളണമെന്ന് പറഞ്ഞത് കേട്ടാ. ഞങ്ങൾ പോക്കട്ടെ, വാ. അച്ഛനെ അധികം സങ്കടപ്പെടുത്തുകയും ചെയ്യരുത്. രാധു, എടാ സൂക്ഷിച്ചോണേ. എന്ത്? ചുമ്മാ പേടിപ്പിക്കാതെ പോടാ. വരട്ടടാ. എന്തൊക്കെയാണോ താൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരുടെ പരാതിയുടെ പുറത്താ താനാ പിള്ളേരെ അറസ്റ്റ് ചെയ്തേ? 3 മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടിടിച്ചതിന് കോൺസ്റ്റബിൾമാർ സാക്ഷികളാ. താൻ എന്നിട്ട് എന്താ കേസ് രജിസ്റ്റർ ചെയ്യാൻ? ഇപ്പോഴതിലൊരുത്തനെ കാണുന്നില്ല, പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ സാർ പരാതി തന്നിരിക്കുന്നത്. വലിയ പിടിപാടൊക്കെ ഉള്ള ഒരു കുഴപ്പക്കാരനാ അദ്ദേഹം. എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചോണ്ടോ എന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എവിടെയാണോ നിന്റെ കൂട്ടുകാരൻ രാധാമാധവൻ? എനിക്കറിയില്ല. എന്റെ അടുത്ത് വേലയും പറയണൊന്നും വേണ്ട. നിനക്കറിയില്ലല്ലേ? ഇല്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? എടാ, ഒരു രാത്രി മുഴുവൻ തലകീഴായി കെട്ടിത്തൂക്കിട്ടാ നീ താനെ പറയും. അതെന്നെ കൊണ്ട് ചെയ്യിച്ച് അടങ്ങുമല്ലേ? പറയടാ, അവനെവിടെ? തലകീഴായി കെട്ടിയിട്ട് നോക്ക്, പറയുമെന്നറിയാലോ. എടാ വേണ്ട, വഷളാക്കണ്ട. അന്ന് ഞങ്ങളെ തല്ലിയ കൂട്ടത്തിൽ സാറിന്റെ തല്ല് രാധുവിന്റെ തലക്കേറ്റു. രക്തം കട്ടിപിടിച്ച് അവൻ കുഴഞ്ഞു വീണു. ഉടൻ മരിക്കുകയും ചെയ്തു. ആര്? എന്ത്? എപ്പോ? രക്തോ? ജീപ്പിൽ എടുത്തുകൊണ്ടുപോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടുകരിച്ചോ? എന്തുവാ? സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും. വേണ്ടി വന്നാലേ ചുട്ടുകരിഞ്ഞ് അവന്റെ അസ്ഥിയും ഹാജരാക്കും. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എവിടം വരെയൊക്കെ കയറി ചിന്തിച്ചത്? കൊള്ളത് തുറന്നു പറയാമല്ലോ. നമ്മളിങ്ങനെ വഴക്കിട്ട് നടന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല. മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്നെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചുമ്മാ പറയില്ല. എന്താ ഫ്രണ്ട്സ് ആയിക്കൂടെ? സാറിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ റെഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രണ്ട്സ്. നമുക്കൊന്ന് ചുറ്റാനൊക്കെ പോണം. ഹണ്ടിങ് ഇഷ്ടമാണോ? ഹണ്ടിങ് അതിനൊക്കെ പോയാലോ ജോളിയാകാൻ പറ്റൂ. അതിനു മുമ്പ് എനിക്ക് ആ രാധുവിനെ ESP മുമ്പിൽ ഒന്ന് ഹാജരാക്കണേ. അല്ലെങ്കിൽ കുഴപ്പമാ. അപ്പൊ ആ പ്രശ്നം ആദ്യം തീർക്കാം. സാറ് വിഷമിക്കൊന്നും വേണ്ട, അവൻ ചത്തിട്ടൊന്നുമില്ല. അത് പിന്നെ എനിക്കറിയത്തില്ലേ. തൽക്കാലം ഞാൻ അവൻ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എവിടെ? അതെവിടെയാണ്? അത് എവിടെയാണെന്ന് സാറിന്റെ അപ്പാപ്പൻ വന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. പിന്നെയല്ലേ സാറ്.